ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ടും കൂടെ ശ്രമിക്കണം കേട്ടോ. നിങ്ങളുടെ ഈ നിമിഷം വരെയുള്ള സപ്പോർട്ടിന് വളരെയേറെ നന്ദിയും കടപ്പാടും ഉണ്ട്. തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇസ്രായേലിൽ കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവിടെ വർഗവ്യത്യാസമൊന്നും ഇവിടെ ആരോടും കാണിക്കുന്നില്ല. പക്ഷേ വളരെ കുറച്ച് നാളുകളായിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇസ്രായേലിൽ കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ കാണാനിടയായി. ഇത്രയും നാളും നമ്മളതൊക്കെ കേട്ടിട്ട് ഒന്നും പ്രതികരിക്കാതെ മിണ്ടാതിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ 1000 കുടത്തിൻ്റെ വാ അടയ്ക്കാം, എന്നാൽ ഒരു മനുഷ്യൻ്റെ നാവ് അതിനെ ഇടാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് മിണ്ടാതിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തിപരമായിട്ട് പോലും നമുക്ക് വിഷമം ഉണ്ടാക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ സമൂഹത്തിന് തെറ്റായൊരു ധാരണയുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിൽ കെയർ ഗീവറായിട്ട് ഒരു സ്ത്രീ പോകാൻ തയ്യാറെടുക്കുമ്പോൾ സമൂഹം പറയാതെ പറയും, ഇസ്രായേലിലേക്കാണ് പോകുന്നത്, നല്ല ബെസ്റ്റ് നാടാ. അങ്ങനെ പല കമൻറ്റുകളും കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നെപ്പോലുള്ള ഒരുപാട് പേര്, ഒരുപാട് അമ്മമാർ, ഒരുപാട് വീട്ടമ്മമാർ, ഒരുപാട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും വളർത്താനും വേണ്ടിയിട്ട്, തൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, മെച്ചപ്പെട്ടൊരു ജീവിതം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കെയർ ഗീവറായിട്ട് ജോലി ചെയ്യണേ. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ ആ ജോലിയെ ഇത്രയും പുച്ഛത്തോടെ കാണേണ്ട കാര്യമില്ല. കാരണം ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ജോലി ഒരു ആതുര സേവനമാണ്. എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത, സ്വന്തം ഒരു ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാനായിട്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ സാമ്പത്തികമായിട്ടാണെങ്കിലും നമ്മളെ മാനസികമായിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ഒരുപാട് പ്രഷറിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോയി ഇസ്രായേലിലേക്ക് വരുന്നത്. ഞാൻ കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പേ ഇസ്രായേലിലേക്ക് വരുന്നതിൻ്റെ യാത്ര തുടങ്ങിയ സമയത്ത് ഞാൻ അതിലൂടെയൊക്കെ കടന്നുപോയി. കാരണം 10, 12, 13 വർഷത്തോളം മക്കളെ നോക്കി, മക്കളുടെ ആവശ്യങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും അത് കൂടുന്നതല്ലാതെ അത് കുറയുന്നില്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കാൻ നാട്ടിലുള്ള സൗകര്യങ്ങൾ എന്നെ സംബന്ധിച്ച് അത് പോരായിരുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ മക്കൾക്ക് നേടിക്കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളും ഈ ലോകത്തുണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ നാടും വീടും ബന്ധുക്കളെയും മക്കളെയും ജീവിത പങ്കാളിനെയും ഒക്കെ നമ്മൾ അവരെയൊക്കെ നമ്മൾ കുറേ ദൂരം മാറ്റി നിർത്തി നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഈ ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കെയർ ഗീവറായിട്ട് ഇസ്രായേലിൽ വരുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കെയർ ഗീവർ ജോലി എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സുണ്ട്, ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. ഈ ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഫലമാണ് എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന ശമ്പളം. പിന്നെ ഇസ്രായേലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ മാടി വിളിക്കുന്ന, നമ്മളെ പുതിയൊരു യുദ്ധത്തിലേക്ക്, പുതിയ കാഴ്ചപ്പാടിലേക്ക്, പുതിയ സൗകര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകുന്നേ. പക്ഷെ എന്ത് കൊള്ളണം, എന്ത് തള്ളണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. 100 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ബാക്കി 99 പേരും തെറ്റുകാരാകണമെന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചെയ്ത തെറ്റിന് ബാക്കി 99 പേരും ശിക്ഷിക്കപ്പെടേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഈ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്ത വ്യക്തി, ഞാൻ ഇവിടെ പേര് പറയുന്നില്ല, ആ വ്യക്തി വന്ന സാഹചര്യവും ആ വ്യക്തി കടന്നുപോയ അവസ്ഥയും ആ വ്യക്തിക്കാണ് വ്യക്തമായിട്ട് അറിയാവുന്നത്. നമ്മൾ ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെയാണ് കാരണങ്ങളെന്ന് നമ്മൾ പല
വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നമ്മളിങ്ങനെ അറിയുന്നത്. ഇവിടെ പല കാര്യങ്ങളും നമ്മൾ പറയത്തില്ലേ, ചീന് നാറിയതിന് ശേഷമാണ് പല കാര്യങ്ങളും പലരും അറിയുന്നത്. അതിന് വളം വെച്ച് കൊടുക്കാനും അതിന് വേണ്ടി ചൂട്ടുപിടിക്കാനും അതിൻ്റെ മുമ്പേ നടക്കാൻ ഒരുപാട് പേര് കാണും. പക്ഷേ അത് നല്ലതാണോ ചീത്തയാണോ, അതിലേക്ക് പോകണോ, അതിലേക്ക് ആ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തണോ എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. കെയർ ഗീവറായിട്ട് ഇവിടെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ നമ്മുടെ ഏജന്റിന് കൊടുക്കേണ്ടതായിട്ട് വരും. ബോംബെയിലാണോ ഡൽഹിയിലാണോ നമുക്ക് ക്ലാസ് വരുന്നത്, അവിടെയും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചിലവുകൾ വരും. 20, 22, 25 ലക്ഷം രൂപയൊക്കെ കയ്യിൽ സ്വർണ്ണമായിട്ടുള്ള ഒരു വ്യക്തിയും ഇസ്രായേലിൽ വരത്തില്ല. അത് സത്യസന്ധമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. നാട്ടിൽ ജീവിക്കാൻ ഒരു അവസ്ഥയുള്ള ഒരു വ്യക്തിയും പ്രവാസിയാകാനായിട്ട് ആഗ്രഹിക്കത്തില്ല. അവർ തൻ്റെ കുടുംബവുമായിട്ട് തൻ്റെ മക്കളുമായിട്ട് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ പ്രവാസികളാക്കുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ കാണാത്ത കാഴ്ചപ്പാട്, നമ്മൾ കാണാത്ത സംസ്കാരം, ജീവിത രീതികൾ, ആഹാരം, നമ്മുടെ വസ്ത്രധാരണം, ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പലരും അതിൽ ഭ്രമിച്ചു പോകും. പക്ഷെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ വെറും തുച്ഛമായ വർഷങ്ങൾ മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ജീവിതകാല അവസാനം വരെ നമുക്ക് ഇസ്രായേലിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മുടെ നാടല്ല. നമ്മൾ ഇവിടുത്തെ വിദേശി മാത്രമാണ്, ഫോറിനറാണ് നമ്മളിവിടുത്തെ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇസ്രായേലിലെ കെയർ ഗീവർ ജോലിക്ക് വരുന്നവർക്ക് അറിയാൻ സാധിക്കും നമ്മൾ പാലിക്കേണ്ട കുറേ നിയമവശങ്ങൾ. ഇതെല്ലാം നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇവിടുത്തെ എംബസി ഇൻ്റർവ്യൂ പാസ്സായതിനു ശേഷം മാത്രമാണ് ഏതൊരു വ്യക്തി ഇസ്രായേലിലേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് അവരുടെ ജീവിത രീതി, ചിന്താഗതികളിലൊക്കെ വരുന്ന മാറ്റങ്ങളാണ് പലരെയും വഴിതെറ്റിക്കുന്നത്. പല കാരണങ്ങളും പലർക്കും പറയാൻ കാണും. പക്ഷേ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും വന്ന് അയാളെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞു, പിന്നീട് നമ്മൾ അയാളെക്കുറിച്ച് വിലയിരുത്തേണ്ട കാര്യമോ അയാളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ആ തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തിരുത്താനുള്ള മനസ്സ് അയാൾക്കുണ്ടാവണം. അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തികൾ ആ വ്യക്തിയെ തിരുത്തണം. അത് വളരെ മോശമാണ്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ അയാൾ മരണപ്പെട്ട വ്യക്തിയെ വീണ്ടും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ പുച്ഛിച്ചിട്ടോ ഒന്നും കാര്യമില്ല. പക്ഷേ ഇസ്രായേലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ കാണാത്ത പല ചതിക്കുഴികളും ഇസ്രായേലിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, ഒളിഞ്ഞും മറഞ്ഞും ഇരിപ്പുണ്ട്. നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ തീരുമാനങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ ചിന്തിക്കണം, എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ചിന്തിക്കണം, ഒരു കുടുംബം കാത്തിരിപ്പുണ്ട്, മക്കൾ കാത്തിരിപ്പുണ്ട്, ഒരു ജീവിതം ഇനിയും ഉണ്ട്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.